എനിക്കെൻ്റെ കറക്റ്റ് റീഡിങ് അറിയാൻ പറ്റില്ല. ഓഡിയൻസ് വേണം കൃത്യമായിട്ട് പറയാം. പക്ഷേ ഹ്യൂമർ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം മൂവി കണ്ടിരുന്ന സമയത്ത് ഹ്യൂമറിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നന്നായി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അതിനൊരു പാറ്റേൺ നന്നായിട്ടുണ്ട്. നമ്മളെല്ലാവരും നന്നായി ചെയ്യുന്നതാണ് വിശ്വാസം. നമ്മൾ ഓഡിയൻസ് കണ്ടിട്ട് അഭിപ്രായം. എൻ്റെ ക്യാരക്ടർ പൈസ എന്നാണ്. ഞാനൊരു മലബാർ ഏരിയയിലൊരു റീസെൻ്റ് കല്യാണം കഴിഞ്ഞൊരു പയ്യനാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലുണ്ടാവുന്ന കുറച്ച് ഇഷ്യൂസ് ആണ്. എൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ഷാഹിന ക്യാരക്ടറൊക്കെ സെയിം ലൈഫിൽ നിന്ന് കുറച്ച് ഇഷ്യൂസ് ആണ്. അതാണ് സിനിമയുടെ മെയിൻ. പിന്നെ ലഷ്കർ സൗദാനാണ് നായകൻ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞ സിനിമയിലെ പല കാര്യങ്ങളും ഞാൻ റിവീൽ ചെയ്യുന്നുണ്ട്. സ്വന്തം ക്യാരക്ടറിൽ എങ്ങനെയാണ്, നോർമൽ പോലെയാണോ അതോ കോമഡിയിലേക്ക് മാറിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഹ്യൂമറിൻ്റെ പോർഷനില്ല. എനിക്ക് കുറച്ച് ഫൈറ്റ് ഉണ്ട്, ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഇത്തിരി റൊമാൻസ് ഉണ്ട്. അതാണ് കൂടുതൽ പറഞ്ഞത്. ഹ്യൂമറായിട്ട് ഞാനങ്ങനെ ഡീൽ ചെയ്യും. ലോ ഹ്യൂമർ സീൻ്റെ ഭാഗമാണ് ഞാനെങ്കിൽ പോലും മറ്റുള്ള വളരെ നല്ല ആക്ടേഴ്സ്, അപ്പോൾ ഉദാഹരണത്തിന് നിർമ്മൽ പാലാഴി ചേർന്നിട്ട്, ഹരീഷ് കണ്ണാരൻ ചേർന്നിട്ട്, പിന്നെ ത്രൂ ഔട്ട് സുധീർ കരമണി ചേർന്നിട്ട് നന്നായി ഹ്യൂമർ ഉണ്ട്. നമ്മുടെ അബു സലീം, ഒരുപാട് പേര് നല്ല രീതിയിൽ. നോർമലി അധികം റൊമാൻസിനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. ഐ തിങ്ക് കസബയിൽ മാത്രമാണ്. ഇല്ല, അതെ കുറച്ചെങ്കിലും അതെ. അപ്പോൾ ഇതിൽ റൊമാൻസ് കുറച്ച് അങ്ങനെ ചെയ്യാൻ സാധിച്ചു. ഞങ്ങളുടെ ഡയറക്ടർ ഞങ്ങൾക്ക് അവസരം തന്നു. എനിക്കിത് അത്ര ഒരു ഇഷ്ടമുള്ള പരിപാടിയല്ല. എനിക്ക് ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് അല്ലാത്ത രീതിയാണ് റൊമാൻസ് എന്ന് പറയുന്നത്. കാരണം റൊമാൻറ്റിക് സിനിമകൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇതിലങ്ങനെ പറഞ്ഞു, നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ദിട്ടിക്കാട് മോൻ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരുപാട് പ്രതീക്ഷിക്കുന്നതാണ്. അല്ലേ, പക്ഷേ എനിക്കെന്താ റൊമാൻസ് അങ്ങനെ വഴങ്ങണ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. ഇത് വലിയ തെറ്റില്ലാതെ വന്നിട്ടെന്ന് തോന്നുന്നു. താങ്ക് യു.